ഇന്ന് അല്ലൂസ് കിച്ചണിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിന് ആദ്യം നമ്മൾ പനീർ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളെ പനീർ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിടുക. നമ്മുടെ പനീറിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഗ്രേവിയും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെച്ചതിന് ശേഷം ഇത്തിരി ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ചി അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം 2 സവാള, 2 തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. 4 കൊല്ലമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം തക്കാളി നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു 6 കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലേശം വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. പാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ബട്ടർ മെൽറ്റായി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരണം. ഈ സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
നമ്മൾ ആ അടിച്ച മിക്സിയിൽ തന്നെ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിന് ശേഷം അത് വേണം നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, കസ്തൂരി മേത്തി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡിലെല്ലാം ഒരു കസ്തൂരി മേത്തി ചേർക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടാഞ്ഞത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് സമയത്ത് ലേശം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ പനീർ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്